ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഫസ്റ്റ് സ്റ്റെപ്പ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ്. ആദ്യം തന്നെ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഭാഗം 1 ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. അതിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒറ്റയല്ലൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം നിത്യജീവിതത്തിൽ, ജീവനുള്ള വിത്തുകൾ. അപ്പോൾ ഈ 4 ചാപ്റ്റർ നമ്മൾ നോക്കുകയാണ്. നിങ്ങൾക്കറിയാം, PSC പരീക്ഷകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് SCERT ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സ് എല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഒത്തിരി ഫാക്ട്സ് ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് PSC പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സോഴ്സാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC എക്സാമിൽ GKയുടെ കാര്യത്തിൽ വളരെയധികം ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ, ഒറ്റയല്ലൊരു ജീവി. ഇത് കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. കൂടുതലും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോവാം. 5ാം ക്ലാസ്സിൽ നിന്ന് അധികം ഫാക്ട്സ് കുറവാണ്. നമുക്ക് പഠിക്കാനുള്ള പോയിൻറ്റ്സ് കുറച്ച് കുറവാണ്. കുട്ടികളെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വേണ്ട ചെറിയ കാര്യങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ ജീവികളുടെ ആഹാര ശൃംഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോയാണ് കൊടുത്തിരിക്കുന്നത്. സസ്യങ്ങളുടെ ആഹാരം, സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ, അതൊക്കെയാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി വാസസ്ഥലവും ആഹാരവും എന്ന പിക്ചറിൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്തതിൽ വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ കണ്ടല്ലോ, സസ്യത്തിനെ കഴിക്കുന്ന ചെറുമീനുകൾ, പുഴു, ആ പുഴുവിനെ കഴിക്കുന്ന മറ്റു ചെറിയ ജീവികൾ, അങ്ങനെ നമുക്ക് ചെറിയ എന്തായി മാറുന്നു, ചെറിയൊരു ആഹാര ശൃംഖല ജാലമായിട്ട് ഇതിനെ മാറുകയാണ്. അപ്പം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണെന്ത്? ആഹാര ശൃംഖല ജാലം, ഫുഡ് വെബ്. ഓക്കെ, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. ഓക്കെ, അപ്പോൾ ആഹാര ശൃംഖലാ ജാലം എന്നുള്ളൊരു പോയിന്റ് പഠിക്കുക. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. ഓക്കെ, ഇനി ഈ ആഹാര ശൃംഖലാ ജാലം നമ്മുടെ കരയിൽ മാത്രമല്ല കടലിലുമുണ്ട്. അപ്പോൾ കടലിൽ എങ്ങനെയാണ്? എനിക്ക് സ്രാവിൻ്റെ ആഹാരം കണവ, മീനുകൾ, കടലാമ എന്നിവയാണ്. ഇനി മത്തിയുടെ ചെറിയ മീനുകൾ, പ്ലവകങ്ങൾ. എന്താണ് പ്ലവകങ്ങൾ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോക്സിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററിലെ ബോക്സുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ജലാശയങ്ങൾ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ആര്? ഈ പറയുന്ന പ്ലവകങ്ങൾ എന്ന ചെറുസസ്യങ്ങൾ. അപ്പോൾ നമ്മുടെ കരയിലാണെങ്കിൽ ഉൽപാദകരാരാണ്? നമ്മുടെ ഹരിതസസ്യങ്ങളാണ്, അല്ലേ? ഇനി ആഹാരബന്ധങ്ങൾ, അതുപോലെ ഇവിടെ നമുക്ക് ഓരോ ജീവികളും അവർ ആഹാരമാക്കുന്ന മറ്റു ജീവികൾ, അങ്ങനെ ഒത്തിരി ആഹാരബന്ധങ്ങൾ നമ്മുടെ ഈ പറയുന്ന കരയിലുമുണ്ട് കടലിലുമുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ കടലാമ കഴിക്കുന്നത് എന്തൊക്കെയാണ്? സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. ഓക്കെ, സ്രാവ്, കണവ, മീനുകൾ, കടലാമ, മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ, കടലാമ, സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. ഓക്കെ, ഇനി പിന്നീട് പറഞ്ഞ് നോക്കുകയും, ഇവിടെ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? ഇപ്പം ഒരു ജലത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തിന് ആവശ്യമായിട്ട് എന്തൊക്കെയാണ്? സൂര്യപ്രകാശം വേണം, ജലസസ്യം വേണം, അതുപോലെ ഓക്സിജൻ വേണം, ഇല്ലേ? ഇനി ആവാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നിരവധി ജീവികൾക്ക് നിലനിൽപ്പ് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് നമുക്ക് വയലെന്ന് പറയാം. അപ്പോൾ ആ വയൽ നമുക്ക് എന്തായിട്ട് പറയാം? ആവാസം എന്ന് പറയാം, ഹാബിറ്റാറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ആവാസങ്ങൾക്ക് മറ്റ് എക്സാമ്പിൾസ് ആണ് പുൽമേടുകൾ, മരുഭൂമി, അതുപോലെ വയലുകൾ, ഇതൊക്കെ. ഇനി കുട്ടികൾക്കുള്ള ആഹാരക്കാർഡാണ്. ഇനി ഒരു ജീവി കൂടിയാലും കുറഞ്ഞാലും എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കടുവകളെ സംരക്ഷിക്കാൻ? എന്ത് വേണ്ടിയിട്ടാണ്? പക്ഷി ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ ആഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെ ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു.
കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനും സംരക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ ഒത്തിരി നമ്മൾ നിർമ്മിക്കുന്നത്. കാരണം എന്ത് വേണ്ട, ഈ ആഹാര ശൃംഖല ജാലത്തിൽ നിന്ന് ഒരു കണ്ണി പോലും അറ്റുപോകാതിരിക്കാൻ. ഒരാളിപ്പം ഇവിടെ തന്നെ ഈ കടുവ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഈ ശൃംഖലാജാലത്തിൽ ഈ പറഞ്ഞ മാനുകളുടെ എണ്ണം കൂടും, ഈ കാണുന്ന കാട്ടുപോത്തിൻ്റെ എണ്ണം കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ആ മറ്റു അതുമായി ബന്ധപ്പെട്ട ഈ സസ്യങ്ങൾ, മാനുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സസ്യജാലങ്ങൾ വളരെയധികം ഗണ്യമായിട്ട് അങ്ങ് കുറയും. ഓരോ കണ്ണികളിലെ ഓരോ ജീവിയും എന്താണ്, അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. ഇനി അധിനിവേശക്കാർ ആരാണെന്ന് നോക്കി ആ പിക്ചറിൽ കണ്ടോ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിൽ ചില ജലാശയങ്ങൾ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി എന്ത് ചെയ്യുന്നത്, ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ചുറ്റും ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെയൊക്കെ കുളത്തിലേക്ക് ഈ ആഫ്രിക്കൻ മുഷി എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ കുളത്തിലെ ആവാസത്തിൽ മൊത്തത്തിൽ തകരാറുണ്ടാവും. മനസ്സിലായോ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ആഹാരബന്ധം എന്നതിനെ പറ്റിയിട്ട് പറയാൻ പറ്റും. പലതരം ആഹാരം വെച്ചാൽ ആഹാര ശൃംഖല ജാലത്തിൽ ഒറ്റ ശ്രേണിയിലൊരു ആഹാര ബന്ധമാണ് നമുക്ക് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ, അങ്ങനെ ഒറ്റ ശൃംഖല. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഒരൊറ്റ ശൃംഖലയായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒരു ശ്രേണിയായിട്ട് നമ്മൾ പറയുന്നതിന് നമ്മൾ എന്ത് പറയുക, ആഹാര ശൃംഖല എന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. എപ്പോഴും ഒന്നാമത്തെ കണ്ണി എന്തായിരിക്കും, ഹരിതസസ്യങ്ങളായിരിക്കും. ഓക്കെ, അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ആഹാര ശൃംഖല ജാലത്തിലെ ആദ്യത്തെ കണ്ണി ആരാണ് എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ഇനി സസ്യങ്ങളിൽ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് നമുക്കറിയാം. ശൃംഖലയിലെ ഏറ്റവും ആദ്യത്തെ കണ്ണി ഹരിതസസ്യങ്ങളാണ്. അപ്പോൾ ഹരിതസസ്യങ്ങൾ എങ്ങനെയാണ് അവർ ആഹാരം നിർമ്മിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്, പ്രകാശ സംശ്ലേഷണം വഴിയാണെന്നുള്ളത് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശം എന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം, ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് ഓക്സിജൻ ആണ്. ഓക്കെ, ഇനി പിന്നീട് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ പോയിന്റ് ഒന്നും തന്നെ ഇല്ല. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം. ഇനി മറ്റു നിറങ്ങൾ, ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന ആന്തോസയാനിൻ, ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ. നമ്മുടെ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു നിറം ഒരു ഓറഞ്ച് അല്ലേ. അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു കളറും ഒക്കെ ഓറഞ്ച് കരോട്ടിൻ. മഞ്ഞ സാന്തോഫിൽ. ഓക്കെ, പച്ച നിറം ഹരിതകം, ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഇലകളിലെ ഏതാണ്, സ്റ്റൊമാറ്റോ വഴിയാണ് വാതക വിനിമയം നടക്കുന്നത്. അപ്പം ഈ വാതക വിനിമയം നടക്കുമ്പോൾ ഏതൊക്കെ ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകങ്ങളുടെ അളവാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നൈട്രജൻ, അതിനുശേഷം ഓക്സിജൻ, അതിനുശേഷം വരുന്നത് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റുള്ളവ. ഈ രീതിയിലാണ് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ കാണുന്നത്. ദെൻ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി അവർ ഓക്സിജനെ പുറത്തു വിടുന്നുണ്ടെങ്കിലും അവർ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുമെങ്കിലും പക്ഷേ ശ്വസനത്തിലൂടെ നടക്കുന്നത് അവർ ഓക്സിജൻ സ്വീകരിക്കുകയും നമ്മൾ ശ്വസിക്കുന്ന പോലെ തന്നെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവരുന്നത് പോലെ തന്നെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, ആ ഇലകളിലൂടെ വായു ആ സസ്യത്തിനകത്ത് പ്രവേശിക്കുന്ന ഇലകളിലെ സ്റ്റൊമാറ്റ വഴിയാണ്. കണ്ടോ, കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്ന വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നതും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ പറയുന്ന സ്റ്റൊമാറ്റ വഴിയാണ്. ഓക്കെ, പകലും രാത്രിയുള്ള ചിത്രങ്ങൾ കണ്ടല്ലോ. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. രാത്രിയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു, ഓക്സിജനെ സ്വീകരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്കിനി പറയാനുള്ളത് ആതിഥേയനും അതിഥികളും.
ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. അതായത് മറ്റു സസ്യത്തിന്മേൽ വളർന്ന ജീവികളാണ്. അതായത് അവരെന്താ നമുക്ക് പറയാം, വാസസ്ഥലത്തിനായി മാത്രമായിട്ട് ആദ്യ സസ്യങ്ങൾ ആശ്രയിക്കുന്നവരെയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയണം. അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ മരവാഴ, ഓർക്കിഡുകളൊക്കെ. ഓക്കെ, ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആദ്യ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഫൈറ്റുകൾ. അവരവിടെ താമസത്തിന് മാത്രമേ ഉള്ളൂ, ബാക്കി അവർ സ്വന്തമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്. അവരെ പറയുന്നതാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ. ഓക്കെ, അതുപോലെ മറ്റ് ആരാണ് സെമി പാരാസൈറ്റ്സ്, അതല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾ. അതെന്താണ്, ഈ പറയുന്ന ആദ്യ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതായത് ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്നും പറയുന്നു. പിന്നെയും ഒരാൾ കൂടിയുണ്ട്, ആരാണ്, പൂർണ്ണ പരാതങ്ങൾ. ആദ്യ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആദ്യ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂട്ടിലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പം എപ്പിഫൈറ്റുകൾ എന്താണ്, ആദ്യ സസ്യത്തിൽ പറ്റിപ്പിടിച്ചു വളർന്ന എന്താണ് വാസസ്ഥലത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പിഫൈറ്റുകൾ. എക്സാമ്പിൾ ഓർക്കിഡുകൾ, അതുപോലെ തന്നെ മരവാഴ. ദെൻ പൂർണ്ണപരാതങ്ങൾ. പൂർണ്ണപരാതങ്ങൾ എന്താണ്, ആദ്യ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ആദ്യ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്നത്, ഇവർക്ക് എക്സാമ്പിളാണ് മൂടില്ലാത്താളി. അർദ്ധപരാതങ്ങൾ, ഇവരെന്താ ചെയ്യുന്നത്, ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതാണ് അർദ്ധപരാതങ്ങൾ. ഓക്കെ, അർദ്ധപരാതങ്ങൾ എക്സാമ്പിളാണ് ഇത്തിൽക്കണ്ണി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട പോയിന്റ്സ്. അതുപോലെ ഏതൊക്കെയാണ് ഈ പറയുന്ന പൂർണ്ണപരാതങ്ങൾ, അർദ്ധപരാതങ്ങൾ, എപ്പിഫൈറ്റ്സ്, പ്രകാശ സംശ്ലേഷണം, പിന്നെ ആഹാര ശൃംഖല. ഈ ഒരു 3-4 പോയിന്റ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നന്നായിട്ടൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.